ഒരു മകൾ, അതായത് കുടുംബിനി ആയി പോവുക. അതാണ് മകളെ അച്ഛൻ വിവാഹം കഴിച്ചു കൊടുക്കുന്നതോടെ അവൾ ഒരു കുടുംബിനിയാവുക ചെയ്യുന്നത്. അപ്പൊ കുടുംബിനി ആവുന്ന സമയത്ത് അവർക്ക് എല്ലാ വിധത്തിലുള്ളതായിരിക്കുന്ന ഐശ്വര്യവും ആനന്ദപ്രദമായ ജീവിതം വേണം, സന്തുഷ്ടമായ ജീവിതം, അതൊക്കെയാണല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെ ഉണ്ടാവേണ്ട അതിൽ അതേമാതിരി തന്നെ നല്ല ദാമ്പത്യം ഉണ്ടാവണം, അതിൽ സന്താനങ്ങൾ ഉണ്ടാവണം, അങ്ങനെ പല ഉദ്ദേശത്തിലാണ് വിവാഹം എന്ന് പറഞ്ഞതാണ്. കൃഷ്ണ യാദവ കൃഷ്ണ യദുകുല കൃഷ്ണ. അപ്പൊ അതിന് നമ്മൾ തലേ ദിവസമാണ് ഈ അയിനോൺ പരിപാടി നടത്താറുണ്ട്. അയിനോണിന് മുമ്പ് ഗണപതി കടൽ എന്നൊരു പരിപാടി ഉണ്ട്. അതായത് നമ്മുടെ ഗ്രാമദേവത, ഇഷ്ടദേവത, കുലദേവത എന്നിവയെ സ്മരിച്ചുകൊണ്ട് അതേമാതിരി ഗണപതി, പാർവതി എന്നുള്ളതായിരിക്കുന്ന ദേവതകളൊക്കെ സ്മരിച്ചുകൊണ്ട് അവർക്കൊക്കെ നിവേദ്യം അർപ്പിക്കുക എന്നുള്ളതാണ് ഗണപതി കടൽ എന്ന പരിപാടി ഉദ്ദേശിക്കുന്നത്. അതായത് യാതൊരു വിഘ്നങ്ങളും ഇല്ലാതെ എല്ലാ കാര്യങ്ങളും മംഗളമായി തീർക്കണം, അതാണ്. അതേമാതിരി നല്ല ആരോഗ്യം ഉണ്ടാവണം, അതേമാതിരി പുഷ്ടിപ്പുണ്ടാവണം, അതേമാതിരി കൊല്ലത്തിലൊക്കെ എല്ലാവരും ഐശ്വര്യം ഉണ്ടാവുക എന്നുള്ള അതിന് ആദ്യമായി നമ്മൾ ദേവന്മാരെയൊക്കെ പൂജിക്കുക, അവരുടെ അനുഗ്രഹം വാങ്ങുക എന്നുള്ളതാണ് ആദ്യത്തെ പരിപാടി. അത് കഴിഞ്ഞിട്ടാണ് അതിനോട് വരിക. അതിനോട് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ആദ്യം ഈ പിന്നെ കുടുംബിനിയായി പോകുന്ന, അതായത് മകൾ കുടുംബിനിയായിട്ട് മാറുകയാണ്. അപ്പോൾ അവൾ ഒരു കുടുംബത്തിലേക്ക് പോകുന്നതുകൊണ്ട് അമ്മ വേണ്ട പോലെ അവളെ സദ്യയൊക്കെ നൽകി അവളെ അനുഗ്രഹിച്ച് വിടുന്ന ഒരു ഇതാണ്. മണ്ഡപത്തിലേക്ക് പറഞ്ഞേക്കാണ്. പിറ്റേന്ന് അവൾ വരുന്ന സമയത്ത് അവൾ ആരായി ഒരു ഭർത്താവുടെ വരുന്നത് മംഗല്യവതിയായി വരികയാണ് അവൾ. കൃഷ്ണ മാധവ മാമവദേ നിറമേറും ഇങ്ങനെ ഹാപ്പി ബർത്ത്ഡേ എന്താ പറയണ്ടത്? ഇങ്ങനെ കാണിക്കണ്ടേ? ഹാപ്പി മാരീഡ് ലൈഫ്. അംബുജലോചന കംബുശോഭഗ്രീവ കംബുജലോചന കംബുശോഭഗ്രീവ ബിംബാധര ചന്ദ്രബിംബാന. ഓക്കെ, ഇങ്ങനെയൊക്കെ നമ്മൾ കുറെ അമ്മുവിനെ കളിയാക്കി പറഞ്ഞെങ്കിൽ അമ്മു ഭയങ്കര സൂപ്പറാണ്, ഫണ്ണാണ്. അമ്മു കല്യാണം കഴിച്ച് പോയാൽ ഞങ്ങൾക്കൊക്കെ നല്ല സന്തോഷമുണ്ട്. അപ്പൊ ഞങ്ങളല്ലേ അമ്മുവിന് ഏറ്റവും വലിയ നമുക്ക് പറയാൻ കൂടി ഹാപ്പി മാരീഡ് ലൈഫ് അല്ലേ? റെഡി 1 2 3 ഹാപ്പി മാരീഡ് ലൈഫ്. കൃഷ്ണ മാധവ മാമവദേ